പേവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കെതിരെ കുടുംബം. ആശുപത്രിയിൽ വേണ്ടത്ര പരിചരണം കിട്ടിയില്ലെന്നാണ് പരാതി. മണ്ണാറമല സ്വദേശിനി കൃഷ്ണമ്മയാണ് മരിച്ചത്. അമ്മയ്ക്ക് പട്ടി കടിച്ചെന്നുള്ള വാസ്തവമാണ്. പക്ഷേ പട്ടി കടിച്ച് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ 10 മിനിറ്റ്സിനുള്ളിൽ എത്തിച്ചു, അല്ലെ 15 മിനിറ്റ്സ്. അവിടെ ഫസ്റ്റ് എയ്ഡ് കറക്റ്റായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പം അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. അവിടെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പം സോപ്പ് വാട്ടർ ഉപയോഗിച്ച് ഒരു വാഷിംഗ് അവിടെ നടന്നിട്ടില്ല. അമ്മ എന്നോട് അതെന്നല്ല പറഞ്ഞു, പിറ്റേ ദിവസമാണ് പറയുന്നത് അവിടെ വാഷിംഗും ചെയ്ത്. അപ്പം പത്തനംതിട്ട അവർ പറഞ്ഞത് വാക്സിൻ എടുത്തു, നിങ്ങൾ ഇവിടെ ഒരു വലിയ വൂണ്ട് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പൊക്കോളൂ. അപ്പം എന്നിട്ട് അവർ എത്ര വൂണ്ടുണ്ടെന്നോ എത്ര വൂണ്ടിൽ വാക്സിൻ എടുത്തെന്നോ അല്ലെ ഒരു ബ്രീഫും നമുക്ക് തന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവറുടെ റെഫറൽ ലെറ്ററും കൊടുത്തു, നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടെ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയെന്ന് പറഞ്ഞു. ശരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വൂണ്ടുണ്ട്, അതിൻ്റെ താഴെ ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, ലിപ്പിലുണ്ട്, കൈ വെള്ളയ്ക്കുണ്ടായിരുന്നു, കൈയുടെ പുറത്തുണ്ടായിരുന്നു, കാലിലുണ്ടായിരുന്നു. ഇതിനകത്ത് മെയിനായിട്ട് അവർ ഇവിടുത്തതും കൈയുടെ പുറത്തേയും കാലിലും എടുത്തിട്ടുള്ളൂ. ഈ 2 സ്പോട്ട് മിസ്സായി, അതുകൂടെ കൈ വെള്ളയ്ക്കുള്ളതും. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, പട്ടി കടിച്ചാൽ കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷ അത് കൃത്യമായി കൊടുത്തില്ല. ഇപ്പോൾ സോപ്പുവെള്ളം ഉപയോഗിച്ച് കഴുകണം എന്ന വിവരം പറഞ്ഞിട്ടില്ല, അതവരെ കൊണ്ട് ചെയ്തിട്ടും ഇല്ല എന്ന് പറയുന്നു. കുടുംബത്തിന്റെ ആരോപണം എന്തൊക്കെയാണ്? ഇതുമായി ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ ഒരു ശ്രമം? ഗുരുതര വീഴ്ചകൾ ഉണ്ടായെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. അതായത് ഈ നായയുടെ കടിയേറ്റതിനു ശേഷം സോപ്പ് വെള്ളത്തിൽ ഈ മുറികൾ കഴുകാൻ നിർദ്ദേശിച്ചില്ല, എല്ലാ മുറിവുകളിലും കുത്തിവെപ്പെടുത്തില്ല ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ നിലവിൽ പറയുന്നു. ഈ കുടുംബം ആക്ഷേപിക്കുന്നുണ്ട്. 6 മുറിവുകളിൽ 3 മാത്രമാണ് ആദ്യത്തെ ദിവസം ഇഞ്ചക്ഷൻ എടുത്തത്. ബാക്കി 3 മുറിവുകളിൽ ഇഞ്ചക്ഷൻ എടുത്തത് തൊട്ടടുത്ത ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷമാണെന്ന് ഈ ബന്ധുക്കൾ തന്നെ ആക്ഷേപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആദ്യഘട്ടത്തിൽ കൃത്യമായ പരിചരണം നൽകിയിരുന്നെങ്കിൽ പിന്നീട് എടുക്കുന്ന റൂബിക്സ് വാക്സിന്റെ ഉൾപ്പെടെ ഗുണം ലഭിക്കുമായിരുന്നു. പക്ഷെ അത്തരത്തിൽ ഒരു കാര്യം ഉണ്ടായില്ല. ഈ കഴിഞ്ഞ 4-ാം തീയതി തിരുവോണത്തലേന്നാണ് ഇത്തരത്തിൽ കൃഷ്ണമ്മയ്ക്ക് നായയുടെ കടിയേറ്റത്. ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട ആശുപത്രിയിൽ ചികിത്സ തേടി, പിന്നീടാണ് ഒരു വിദഗ്ധ ചികിത്സയ്ക്കും മറ്റുമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. ഈ മുഖത്തടക്കം നായയുടെ കടി ഏറ്റിരുന്നു. പ്രദേശത്തെ ഏതാനും കടിയേൽക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഉൾപ്പെടെ വാർത്ത നൽകിയതാണ്. ആ സംഭവത്തിന് ഗുരുതരമായി നായയുടെ കടിയേറ്റ വീട്ടമ്മയാണ്, കൃഷ്ണമ്മ എന്ന് പറയുന്ന വീട്ടമ്മയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. മരണം പേവിഷബാധം ഏറ്റത് മൂലമാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ DMOയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും നിലവിൽ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എ വി ജയശങ്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.